ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചായ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മനു പറയാണ്, ഈ ചായയുടെ ടേസ്റ്റ് എനിക്ക് സ്ഥിരം വേണമെന്നുണ്ട്, നമുക്ക് ഈ ചായ ഇവിടെ സ്ഥിരമാക്കിയാലോ എന്ന്. അപ്പൊ അലീന പറഞ്ഞു, സ്ഥിരമാക്കാനോ? അപ്പം ഞാനിവിടെ ഇനിയിപ്പം സ്ഥിരം വേലക്കാരിയായിട്ട് വരണോ, അങ്ങനെയാണോ പറയുന്നത്? അയ്യോ, അതല്ല, അതല്ലാതെ ഇവിടെ സ്ഥിരതാമസമാക്കാൻ പറ്റൂല്ലോ. മനുവേട്ടാ, ദേ വേണ്ടാട്ടോ. അത് പിന്നെ ഞാനൊരു സജഷൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി, നമ്മൾ ഒരുമിച്ചില്ലാത്തത് കൊണ്ടാ നമ്മുടെ ഇടയിൽ ഈ ദൂരം തോന്നിക്കുന്നത് എന്ന്. അതെ, വേണ്ടാട്ടോ വേണ്ടാട്ടോ മനുവേട്ടാ. അല്ല, അതേതാ ആൾക്കാരാ മനുവേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് പിന്നെ തലച്ചോറിലും മനസ്സിലും ഒക്കെ ഇടയ്ക്കിടയ്ക്കാരൊക്കെ വന്ന് ഒരു അശരീരി പോലെ പറയുന്നു. ഓ, പിന്നെ അവരോട് പറയാനുള്ള മറുപടി മനുവേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അവര് തൃപ്തരല്ലെന്നേ. അത് മനുവേട്ടൻ നോക്കിക്കഴിഞ്ഞാൽ തൃപ്തരായിക്കോളും. മനുവേട്ടൻ നോക്കിയാൽ മതി. അതിന് പൊതുജനവികാരം നമ്മൾ മാനിക്കണ്ടേ അലീനെ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. സൂചനയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സൂചനയെ അധികം വേണ്ടാട്ടോ. ആ, അതെന്തേലും ആട്ടെ അലീന, അത് നീ വിട്ടുകള. അത് വിട്ടുകള, എന്തേലും ആവട്ടെ. പിന്നെ പിന്നെന്താ മനുവേട്ടാ? അത് പിന്നെ യുദ്ധത്തിന് കൂടെ വന്ന പടയാളികളൊക്കെ എന്ത് ചെയ്യും? അത് പിന്നെ ഇന്നലത്തെ യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് നല്ല ഉറക്കാന്ന് തോന്നുന്നു, എണീറ്റില്ല. എന്നിട്ട് യുദ്ധത്തിന്റെ റിസൾട്ട് എന്തായി? നിങ്ങൾ ജയിച്ചോ അതോ തോറ്റോ? അത് പിന്നെ ഞാൻ നോക്കിയിട്ട് മേഡം തിരിച്ച് വരുന്ന ലക്ഷണമില്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം. എനിക്കും അതാ അലീന തോന്നുന്നത്. അത് പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറേണ്ട സമയം അടുത്തുനിന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എങ്കിലേ ബബിക്കും രോഹിത്തിനും കൃഷ്ണമോൾക്കും അവരുടെ അമ്മേനെ തിരിച്ചു കിട്ടത്തുള്ളൂ. അതിനൊരു തടസ്സം ഞാനല്ലേ. പോവാന്ന് വെച്ചാല് നീ എന്താ പറയുന്നത്? നീ ഇവിടുന്ന് പോവാണോ? അത് പിന്നെ പോണം മനുവേട്ടാ, പോയില്ലേ ശരിയാകത്തില്ല. ഞാൻ പോകാതെ പ്രശ്നങ്ങൾ തീരത്തില്ല. അല്ല, നീ പോയാലോ പ്രശ്നങ്ങൾ തീരുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ തന്നെയാ. അതുകൊണ്ട് പോകുന്നത് നല്ലത്. ഇതിനി എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അത് പിന്നെ ഞാനും അങ്കിളും രോഹിയും ബബിതയും കൃഷ്ണയൊക്കെ അത് പിന്നെ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതേ. ഈ പ്രശ്നം തീരാന് ഒരു വഴി ഞാൻ കാണുന്നില്ല. എനിക്ക് വേറൊരു വഴി കിട്ടണില്ല. ഞാനൊന്നും പറയുന്നില്ലേ. ഇനിയിപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് നിന്റെ പ്ലാനും പദ്ധതിയൊന്നും നീ മാറ്റണ്ട. ഇനിയിപ്പം അത് മാറിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നീ ആരോടെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടോ? നീ പോകുവാണെന്ന് ആരെങ്കിലും അഭിപ്രായം ചോദിക്കുന്നുണ്ടോ? അത് പിന്നെ ഞാൻ മനുവേട്ട, എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാനാണ് നിന്നെ? ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനും ഒന്നുമില്ലേ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ വന്ന കാര്യം ചെയ്യ്. ആ, അത് പിന്നെ മനുവേട്ടൻ എന്താ എന്നോട് പിണക്കുണ്ടോ? പിണക്കമുണ്ടോ എന്ന് ചോദിച്ചാല് പിണക്കുണ്ട്. അല്ല, എന്നാ പിണങ്ങിയിരിക്കുന്ന ആളോട് ഞാൻ ബാക്കി കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പിന്നെ മനുവേട്ട പറയണോ? ആ, പറയുന്നേ. പിണങ്ങിയിരിക്കുന്നതിന് ഇപ്പൊ എന്താ? അത് പിന്നെ പോണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാം. എനിക്ക് മനുവേട്ടന്റെ ഒരു സഹായം വേണമായിരുന്നു. എനിക്കൊരു ജോലി കണ്ടുപിടിച്ചു തരുമോ മനുവേട്ട? ആ, ജോലിയോ? ഞാൻ നോക്കട്ടെ. ശ്രമിക്കാം. അത് പിന്നെ ചുമ്മാ ഉഴപ്പ് വിചാരിക്കരുത് കേട്ടോ. വിചാരിച്ചോണ്ട് ജോലി കിട്ടണമെന്ന് വിചാരിച്ചോണ്ട് തന്നെ ജോലി കണ്ടുപിടിക്കാൻ ഇറങ്ങണം. അല്ലാതെ ജോലി കിട്ടരുതെന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കണ്ടുപിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജോലിയാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്ലീസ് മനുവേട്ടാ, ഞാൻ നോക്കാന്നേ. അത് നീ പേടിക്കണ്ട, ഞാൻ നോക്കാം. അപ്പൊ മനുവേട്ടന് ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാല് ഞാൻ ഓക്കെ അല്ല. എന്നെ ഓക്കെ ആക്കി തരാൻ പറ്റുമോ? ഓ, എന്താ മനുവേട്ടാ, മനുവേട്ടന് ഓക്കെ ആകാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഓക്കെ ആകണോ? കഴിഞ്ഞ ദിവസം എന്നോട് രഞ്ജു ഇത് തന്നെ ചോദിച്ചായിരുന്നു, മനുവേട്ടൻ ഓക്കെ ആണോ എന്ന്. പിന്നെ അവളും പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന്. പിന്നെ സത്യം പറഞ്ഞാലേ എനിക്ക് അറിയത്തില്ല ഞാൻ ഓക്കെ ആകാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച് അലീന. കറക്റ്റ് ഒരു ആൻസർ കിട്ടുമ്പം ഞാനത് നിനക്ക് പറഞ്ഞു തരാം, പോരെ? മതി മനുവേട്ട. മനുവേട്ടന് കറക്റ്റ് ഒരു ആൻസർ കിട്ടുമ്പം അത് തന്നാ മതി. അത് പിന്നെ ആ ചായക്കപ്പ് തന്നാലേ ഞാനങ്ങ് പൊക്കോളാന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ മനു എന്ത് ചെയ്തു?
തിരിച്ച് കൈ കൊടുക്കാൻ തുടങ്ങിയപ്പോ അയ്യേ കൈ കൈ തരാനല്ല, എനിക്ക് ചായക്കപ്പ് വേണം, അതിനാ ഞാൻ കൈ നീട്ടിയത്. അത് പിന്നെ ചായക്കപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞാണേലും കൊണ്ടുവച്ചോളാലോ. അതെ, ഇതിൽ ചായ തീർന്നിട്ടില്ല. ഉം എന്നാ പിന്നെ ഞാൻ പോവാണേ, അതങ്ങ് കൊണ്ടുവച്ചേക്കണേ. ആ, ഞാൻ കൊണ്ടുവച്ചോളാന്നേ എന്ന് പറഞ്ഞു കേട്ടോ. അലീന അങ്ങ് അകത്ത് കയറി പോയിട്ടോ. മനു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് ആലോചിച്ചൊട്ടൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ അലീനെ കുറിച്ച്. അപ്പം നമ്മുടെ മനു തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, കൈ ഒന്ന് തന്നായിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് കുഴപ്പം, ചിലപ്പോ ആ കൈ തരുമായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നെങ്കിലോ, ഓക്കെ ആകുമായിരുന്നോ എന്നൊക്കെ എന്തൊക്കെയോ ചിന്തിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ കൃഷ്ണമോള് ഉറക്കമൊക്കെ എണീറ്റ് പതുക്കെ സ്റ്റെയർ ഇറങ്ങി വരികയാണ് കേട്ടോ. മുടിയൊക്കെ കെട്ടി പതുക്കെ വാരി പിടിച്ച് മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചുറ്റുപാടും ഒക്കെ നോക്കി, എന്നിട്ട് അലീനയെ കണ്ടില്ല. അപ്പൊ അലീനയെ കാണാത്തതുകൊണ്ട് അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അലീന ചേച്ചി ഇല്ലാതെ പറ്റത്തില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. അലീനയാണെങ്കിൽ വിളിയോട്ട് കേൾക്കുന്നുമില്ല. അപ്പൊ കുറെ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോ ഇത് എവിടെ പോയി കിടക്കുക ഈ പെണ്ണ്, ഇതിനെ കാണുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അലീന ഇങ്ങ് വന്നിട്ടോ. അലീന വന്നിട്ട് പറഞ്ഞു, അതെ ഇത് കടപ്പാട്ടൂരെ വീടല്ല, എന്തോർത്തോണ്ട നീ അവിടത്തെ മാതിരി എണീറ്റ് വന്നിട്ട് എന്നെ വിളിക്കുന്നത്? വീട് മാറിയ വിവരം നീ മറന്നുപോയോ? അത് പിന്നെ വീടല്ലേ മാറിയത്, അലീന ചേച്ചി മാറിയില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ ഒരു കിഴുക്ക് വെച്ച് തരും നിനക്ക്. പോരട്ടെ, അതിന്റെ കൂടെ ഒരു ചായയും കൂടി. കുഴപ്പമുണ്ടോ? ഒരു ചായയും കൂടി. നിനക്ക് എങ്ങനെ മനസ്സിലായിടി ഞാനിവിടെ ഇല്ല, ഞാൻ ഈ കിച്ചണിലുണ്ടെന്ന്? അത് പിന്നെ റൂമിൽ കണ്ടില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി മോൾ ഇവിടെ കിച്ചണിലുണ്ടെന്ന്. അതെ, ഈ ബുദ്ധിയൊക്കെ പഠിക്കാൻ ഉപയോഗിക്കായിരുന്നെങ്കിൽ എപ്പം നീ എത്തിയേനെ, എപ്പം നീ ജയിച്ചേനെ. അത് പിന്നെ എനിക്ക് 36 വയസ്സായില്ലേ, ഇനിയിപ്പോ സമയമില്ലല്ലോ പഠിക്കാനായിട്ട്, പ്രായമായി പോയില്ലേ. ഒന്ന് പോ ചേച്ചി ഒന്ന്. ചളി പറയാതെ. അപ്പോഴത്തേക്കും ബബിത എണീറ്റ് വന്നു കേട്ടോ. ബബിത പതുക്കെ സ്റ്റെയറൊക്കെ ഇറങ്ങി മുടിയൊക്കെ കെട്ടി വലിച്ചു കെട്ടിയൊക്കെ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ അലീന ചേച്ചി ഞാൻ എത്ര നേരമായിട്ട് ഉണർന്ന് കിടക്കുക, ചായ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് എനിക്ക് ചായ തന്നില്ല. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, ഉടനെ വന്നു സാക്ഷിമൊഴി, ഇവള് ചുമ്മാ പറയുന്ന, എനിക്ക് ഭ്രാന്ത. അത് പിന്നെ എനിക്കും ഒരു നല്ല ചായ തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചായ ഒഴിച്ച് ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ നമ്മുടെ അലീനയുടെ ചായ ഇല്ലാതെ ഇപ്പൊ ആർക്കും ഉറക്കാൻ വരത്തില്ല, ആർക്കും ഉറങ്ങാതിരിക്കാനും പറ്റത്തില്ല, ഉറക്കം ഉണരത്തുമില്ല. എന്തായാലും ഈ സമയത്ത് അലീന ചോദിച്ചു, അല്ല അമ്മയോട് നിങ്ങൾ സംസാരിച്ചായിരുന്നോ? അമ്മ വരാന്ന് പറഞ്ഞോ? എന്താ നിങ്ങളുടെ അമ്മയുടെ അഭിപ്രായം? നിങ്ങളുടെ അമ്മ എന്താ പറഞ്ഞത്? അത് പിന്നെ അപ്പൊ കൃഷ്ണമോൾ ഇങ്ങനെ നോക്കിട്ടോ ബബിതനെ. അപ്പൊ ബബിത ചോദിച്ചു, എന്നെ എന്തിനാ നോക്കുന്നത്, ഞാനാണോ മീഡിയേറ്റർ? അത് പിന്നെ എന്നെക്കാൾ മൂത്തത് ചേച്ചിയല്ലേ. അത് 2-3 വയസ്സിന് മൂപ്പല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്നാ വ്യത്യാസം വരാന്? ഞാനും നീ ഒരുപോലെയൊക്കെ തന്നെയാ, ഒരേ വീട്ടിൽ നിന്ന് വന്നതൊക്കെ തന്നെയാ, അങ്ങനെ വിചാരിച്ചാ മതി. നോക്കണേ മലക്കം മറിച്ചില്. ചില നേരത്തെ ഞാൻ നിന്റെ ചേച്ചിയല്ലേടി, ചില നേരത്തെ ഞാൻ പറഞ്ഞ നിന്നെ നീ അനുസരിക്കണോടി എന്നൊക്കെ പറയുന്നതാണ്. എന്നിട്ട് ഇപ്പൊ അവള് നേരെ മലക്കം മറിയുന്നു. അത് പിന്നെ ഇത് അങ്കിളിന്റെ വീടല്ലേ, ഇവിടെ നമ്മളെല്ലാവരും തുല്യര് തന്നെയാ. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് വന്നിട്ട്, ഹലോ ഗുഡ് മോർണിംഗ് അലീന ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇതെന്താ അലീന ചേച്ചിക്ക് മാത്രം ഒരു ഗുഡ് മോർണിംഗ് എന്ന് നമ്മുടെ ബബിത. ഓ, എന്നതാടി നിനക്ക് എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്നത്? അലീന ചേച്ചി ഇന്നെന്താ ഭക്ഷണം കഴിക്കാനായിട്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി, സാമ്പാർ, ദോശ, ചമ്മന്തി. ഓ, ഇത് ആരുടെ വീടാന്ന മോന്റെ വിചാരം? ഇത് അങ്കിളിന്റെ വീട്, നമ്മള് ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ, അപ്പം പലതരം വിഭവങ്ങളൊക്കെ വെച്ച് അവര് സൽക്കരിക്കണ്ടേ. ഓ, നമ്മളെ തന്നെ സൽക്കരിക്കേണ്ടി വരും. ഇന്ന് ഇവിടെ പണി മുടക്കാനാണ് ചാൻസ് കൂടുതൽ. അമ്മേനെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വലിച്ചു പിടിച്ച് കൊണ്ടുപോകാൻ നോക്ക്. നമ്മൾ പറഞ്ഞാലൊന്നും അമ്മ കേൾക്കാൻ പോകുന്നില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. വേറെന്തെങ്കിലും വഴിയുണ്ടോ അലീന ചേച്ചി? വേറെന്തെങ്കിലും വഴിയുണ്ടോന്നോ? ആ, അതെ, ഇവിടെ ഇപ്പം അമ്മയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളല്ലേ ഭൂരിപക്ഷം. അപ്പൊ നമ്മൾ 5 പേരുണ്ട്, അവര് 4 പേരേ ഉള്ളൂ. ഭരണം പിടിച്ചെടുക്കാനുള്ള കേവല ഭൂരിപക്ഷം നമ്മുടെ കയ്യിലല്ലേ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഭരണം പിടിച്ചെടുത്താലോ? അപ്പൊ നമ്മുടെ നിരഞ്ജന വന്നിട്ട്, എന്താ ഇവിടെ നടക്കുന്നത്? അത് പിന്നെ ഗൂഢാലോചന. എന്ത് ഗൂഢാലോചന? ഇവിടെ ഇപ്പം കടപ്പാട്ടൂരുകാരാണ് ഭൂരിപക്ഷം. കൊല്ലപ്പള്ളിക്കാരെ തോൽപ്പിച്ച് ഞങ്ങള് ഭരണം പിടിച്ചെടുത്താലോ എന്നാ. പിടിച്ചെടുത്തോ. അതെ, വന്നപ്പോ തന്നെ എന്റെ റൂം കയ്യേറി. അത് പണ്ട് ആദ്യയുടെ റൂമായിരുന്നു അത്രേ. നീ എന്തിനാ റൂം കൊടുത്തത്? സൂചി കുത്താൻ ഇടം കൊടുത്താൽ ഇതൊക്കെ നടക്കും, അത് നിനക്ക് അറിയത്തില്ലേ എന്ന് നമ്മുടെ രോഹിത് ചോദിച്ചു. അപ്പോഴത്തേക്ക് നിരഞ്ജന പറഞ്ഞു, ബെസ്റ്റ്. ആന്റിനെ ഇവിടുത്തെ അമ്മ ഓടിക്കാന്ന് വെച്ചാലും ആന്റി ഓടത്തില്ല, പിന്നെയാണോ ഞാന്? ഞങ്ങൾ 5 പേരെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോഴത്തേക്ക് ബബിത പറഞ്ഞു, രോഹിത്തേട്ടൻ പറഞ്ഞത് ശരി, ഞങ്ങൾ ഇറങ്ങിപ്പോക്കോളാം, ഞങ്ങളെ അടിച്ച് വെളിയിലാക്കുകയാണെങ്കിൽ.
നടക്കട്ടെ നടക്കട്ടെ, അടിച്ചു വെളിയിലാക്കും, നിങ്ങളെ ഇപ്പൊ തന്നെ അടിച്ചു വെളിയിലാക്കാം എന്ന് നിരഞ്ജന. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവൻ മുഖമൊക്കെ ഇങ്ങനെ തുടച്ച് പതുക്കി ഇങ്ങനെ വരികയാണ് കേട്ടോ. നമ്മുടെ ശിവനാണെങ്കിലും ഒരു സമാധാനം ഇല്ലാത്തൊരു ഇതാ. നമ്മുടെ കമല ഇങ്ങനെ കിടക്കാണ്. അപ്പോഴത്തേക്കും ശിവൻ ചോദിച്ചു, ഇത് എന്നെ കിടപ്പാ കമല ഈ കിടക്കുന്നത്, നീ എണീക്കുന്നൊന്നും ഇല്ലേ? നേരം വെളുത്തിട്ട് സമയം എത്രയായിന്നാ നിന്റെ വിചാരം? എണീക്കാൻ നോക്ക്. ഓ പിന്നെ ഞാൻ എണീറ്റിട്ട് ഇവിടെ എന്നാ ചെയ്യാനാ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അത് പിന്നെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അത് നീ മറന്നുപോയോ? ഓ ഗസ്റ്റ് അല്ല ഗോസ്റ്റ് ഗോസ്റ്റ്. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ആഹാ, ദേ നമുക്കൊരു മിനിമം മര്യാദ വേണ്ടേടി കമലെ. വൈജയോടും അവളുടെ മക്കളോടും എനിക്ക് യാതൊരു മര്യാദയും ഇല്ല. എനിക്ക് യാതൊരു മര്യാദ കൊടുക്കാനും പറ്റില്ല. അതെ, നീ കൊടുക്കുന്നത് അതേ നാണയത്തിൽ നിനക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ ചൂല് വെച്ച് ഓടിച്ച് അടിച്ച കടപ്പാട്ടൂരിൽ ഇറക്കി വിട്ട ബാലചന്ദ്രന്റെ മക്കളല്ലേ അത്. ഓഹോ, അതൊക്കെ നീ ഇപ്പോഴും മനസ്സ് വെച്ചോണ്ടിരിക്കുകയാണോ? അതൊന്നും ഞാൻ മറക്കത്തില്ല, ചത്താലും ഞാൻ മറക്കാൻ പോകുന്നില്ല. ദേ അവർക്ക് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ അവക്ക് വേണ്ടി കുലീനയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത്. എനിക്ക് അവളെന്റെ കണ്ണിന്റെ മുമ്പിൽ കാണരുത്, കാലിന്ന് ഇങ്ങനെ പെരുത്ത് കയറും. ദേ ആ കാര്യത്തിൽ വൈജി ഓവർടേക്ക് ചെയ്യാൻ നോക്കണ്ട, നീ തോറ്റുപോകും. നിങ്ങൾക്ക് ഇതെല്ലാം കളിതമാശയാണോ മനുഷ്യ? നീ അവരുടെ കാര്യം വിട്, നമുക്ക് ജീവിക്കണ്ടേ. എനിക്ക് ചായ വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം. എലിയെ പേടിച്ച് ഇല്ലം ചിടാനൊന്നും എനിക്ക് പറ്റത്തില്ല. വീട് നിറച്ചു ആളുണ്ടല്ലോ, അവരുണ്ടാക്കട്ടെ ചായയും കാപ്പിയും ചോറും കറിയും എല്ലാം കൂടെ. എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ്. ഓഹോ, എന്നാ നീ റെസ്റ്റ് എടുക്ക്. എന്നാ പിന്നെ റൂമിന്റെ വാതിൽ ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്യാം, നിന്നെ ആരും ശല്യപ്പെടുത്താതിരിക്കട്ടെ. ഓഹോ, അപ്പൊ എന്നെ പട്ടിണിക്കിടാനാണോ നിങ്ങള് ലോക്ക് ചെയ്യുന്നത്? അല്ല, നിനക്കിപ്പം ബെഡ് റെസ്റ്റ് അല്ലേ, അതും കൊണ്ടാ. അവരിന്ന് രാവിലെ തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ എണീറ്റ് വരും, നോക്കട്ടെ അവരെന്നാ ചെയ്യുന്നതെന്ന്. എല്ലാം കൂടെ കെട്ടി എഴുന്നള്ളിയേക്കുക. അത് പിന്നെ എനിക്ക് രാമപുരം എന്ന സ്ഥലപ്പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. അന്തസ്സും തറവാടിത്തവുമുള്ള പുണ്യ പുരാണവുമായി ബന്ധപ്പെട്ട ഉള്ള പേര്. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും കല്യാണം കഴിഞ്ഞ് വിരുന്നുണ്ണാൻ വന്നപ്പോഴൊക്കെ എനിക്ക് ആ ഇഷ്ടം കൂടി. ആ അതെ 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 ശിവേട്ട, നല്ല പേരെടുപ്പുള്ള സ്ഥലം അത്. പിന്നെ ഇപ്പൊ എനിക്ക് ആ പേരെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കയ്പുനീര് കുടിച്ച പോലെയാ. എന്ത് ചെയ്യാനാന്ന്. നമ്മുടെ കമലക്കിട്ടൊന്ന് കുത്തിയതാണ് കേട്ടോ. ഇത്ര പറഞ്ഞിട്ട് നൈസായിട്ട് നമ്മുടെ ശിവനങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാളിങ്ങനെ ഡോറിൽ കൂട്ടി 2 കോഫിയൊക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ കൃഷ്ണമോള്. ആഹാ, ഗുഡ് മോർണിംഗ്. അല്ല, എണീക്കാൻ വൈകിയോ? ഗുഡ് മോർണിംഗ്. എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇന്നാ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് ചായ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കമല കിടക്കാണ്. കമലയുടെ അടുത്ത് വന്നിട്ടും ഗുഡ് മോർണിംഗ് ആന്റി, എണീറ്റില്ലല്ലേ? ദാ ചായ കുടിക്ക്. അത് പിന്നെ അവിടെ കാണാൻ വെച്ചേരെ, ഞാൻ എണീക്കുമ്പോ കുടിച്ചോളാം. ഇത് മേടിക്ക്, ഞാൻ ബെഡിൽ കൊണ്ടുവന്ന് തരുമല്ലേ, പിന്നെന്താ. അപ്പൊ പുറകെ നമ്മുടെ ബബിതയും കൂടെ വരികയാണ്. ബബിത വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ടേ. അതെ, ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും പെട്ടെന്നായോ? ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലെ, ഇത് ചുമ്മാ ഒരു ലഘു ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റ് പുറകെ വരുന്നതേ ഉള്ളൂ. പുട്ടും കടലയും സാമ്പാറുണ്ട്, ഇഡ്ഡലി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ചട്നി ഉണ്ട്. ഇതൊക്കെ ആരാ ഇത്ര രാവിലെ ഉണ്ടാക്കിയത്? ഇത് വേറെ ആരുണ്ടാക്കാനാ? അലീന ചേച്ചി ഉണ്ടാക്കിയത്. ഞങ്ങള് 2 പേരും കൂടെ ഹെൽപ്പർമാരായിട്ട് ഉണ്ടല്ലോ, പിന്നെന്താ. അങ്കിളെ, മാർക്കറ്റിൽ പോണോട്ടോ, മീൻ മേടിക്കണം, പിന്നെ ചിക്കൻ, ബീഫ്, 2 കിലോ മട്ടനും കൂടെ മേടിച്ചോട്ടോ. നമുക്ക് ഇന്ന് നല്ലൊരു സദ്യ ഉണ്ടാക്കാം. ഇന്ന് മിക്കവാറും ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ആയിരിക്കും, തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ കൃഷ്ണമോളും ഭവിതയും കൂടെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ശിവൻ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ചൊറിയുന്നത് നമ്മുടെ കമലയ്ക്കാണ്. അപ്പോഴത്തേക്കും തന്നെ ശിവന്റെ മുഖത്തെ ആ ഒരു പുഞ്ചിരിയൊക്കെ നമ്മുടെ കമല കണ്ടു. അപ്പൊ കമല ഇങ്ങനെ പറയാണ്, കുടുംബം വെളുപ്പിക്കാൻ വന്നേക്കായിരുന്നു തോന്നുന്നു, വെട്ടിക്കിളികളെല്ലാം കൂടെ ചേർന്നിട്ട്. എന്റെ പൊന്നു കമല, നീ മിണ്ടാതിരിക്കുക, നിനക്ക് എന്തിന്റെ സൂക്കേടാ ഇത്? എന്തിന്റെ സൂക്കേടാണെന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ മനുഷ്യ, നിങ്ങളെ വളമിട്ട് കൊടുക്ക എന്നൊക്കെ പറഞ്ഞു. അത് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതയും നിരഞ്ജനയും കൃഷ്ണമോളും പിന്നെ രോഹിത്തും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ഇരുന്ന് താടി കൈയൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ചിന്തിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മനു വന്നു. മനു നോക്കിയപ്പോ ഇവര് 4 പേരും ഇവിടെ എന്തൊക്കെയോ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ മനു ചോദിച്ചു, എന്നാ പറ്റി? ഗ്രൂപ്പ് ഡിസ്കഷൻ പുറത്തേക്ക് മാറ്റിയോ? എന്തി ഒരു മെമ്പറും കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ അലീന ചേച്ചി അടുക്കളയിലുണ്ട്. ഞങ്ങളെ പ്ലാൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയതാ, ഇനി ഫ്ലോപ്പ് ആകാതെ നോക്കണമല്ലോ, അതുകൊണ്ട്. അതിന് ഇവിടെ വന്നിരുന്ന തല ചൂടാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്റെ പൊന്നു മക്കളെ. അത് പിന്നെ സാധാരണ മനുവേട്ടൻ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ എന്തു പറ്റി? കട്ട നെഗറ്റീവ് ആണല്ലോ. എന്തു പറ്റി? മോട്ടിവേഷൻ സ്പീക്കർ സ്ഥാനം രാജിവെച്ചോ?
അത് രാജിവെച്ചിട്ടൊന്നുമില്ല. അത് പിന്നെ നിങ്ങളുടെ അമ്മേനെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഏ അത് അത് സമ്മതിക്കത്തില്ലെന്നല്ല, സമ്മതിക്കൂല. പിന്നെ എന്തിനാ വെറുതെ തല പോയിക്കുന്നത്? അപ്പൊ ഞങ്ങള് തല പോയിക്കുന്നത് വെറുതെ ആണെന്നാണോ മനുവേട്ടനെ പറഞ്ഞു വരുന്നതെന്ന് കൃഷ്ണമോള്. അപ്പോഴത്തേക്കും മനു പറഞ്ഞു, നിങ്ങളെ അങ്ങനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല, ചിലപ്പോ നല്ല ഐഡിയ വല്ലതും കിട്ടിയാലോ നിങ്ങൾക്ക്. അത് പിന്നെ കുറെ നേരമായിട്ട് ആലോചനയില്ല. രാത്രിയിലാണെങ്കിൽ ആലോചിച്ച് കിടന്നുറങ്ങിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ മനു പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാ പോരാ, തല പുകഞ്ഞ് ആലോചിക്കുന്നേ. തല പുകഞ്ഞ് ഇനിയിപ്പൊ തല പുകയാനൊന്നുമില്ല, മടുത്തു. ഓ, ഇനി എന്തിപ്പോ ചെയ്യാനാന്ന് ഒരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ മനുവേട്ട ഓരോ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരെണ്ണം പറഞ്ഞതാ. എനിക്ക് എങ്ങനെ എന്റെ റൂം തിരിച്ചു കിട്ടുന്ന ഞാന് ആലോചിക്കുന്നെന്ന് നിരഞ്ജന. ഓഹോ, അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം. വൈജി ആന്റി ഉടനെ തന്നെ പൊക്കോളും. സോൾവ് ആയല്ലോ. ഇത്ര ഉള്ളായിരുന്നുള്ളോ കാര്യം? അമ്മ വീട്ടിലേക്ക് വരണ്ടേ? അതല്ലേ നിരഞ്ജന ഞങ്ങൾക്ക് വേണ്ടത്. അത് അടുത്ത പ്രശ്നമല്ലേ. എന്റെ പ്രശ്നം തീർന്നു. ആന്റി പോകുമെങ്കിൽ എന്റെ റൂം എനിക്ക് തിരിച്ചു കിട്ടും. അതോടുകൂടി എന്റെ പ്രശ്നം ക്ലോസ്. അപ്പോഴത്തേക്ക് മനു പറഞ്ഞു, വൈജി ആന്റി നിലവിലത്തെ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് മാത്രം പോകത്തില്ല. എവിടെ? നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. നടക്കണമെങ്കിൽ എന്തു മാറ്റം വരണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. വേറെ ഒന്നുമല്ല, അലീനെ പോണം. അലീനെ പോകാതെ വൈജി ആന്റി വരൂന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. വൈജി ആന്റി നിങ്ങളുടെ വീട്ടിൽ കാല് കുത്തത്തില്ല. അത് പിന്നെ മനുവേട്ടൻ പറഞ്ഞില്ലേ, അച്ഛനെ കൂടി വിളിച്ചോണ്ട് വരാം, ഒരുമിച്ചിരുന്ന് സംസാരിച്ച് നോക്കാന്നൊക്കെ. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് പറയുമ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാലും ഞങ്ങൾ മക്കളെല്ലാം ഒരുമിച്ച് നിൽക്കാം. മനുവേട്ടൻ എന്നാല് അച്ഛനെ കണ്ട് സംസാരിച്ച് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരുമോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്നും എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു. അല്ല, അപ്പൊ മനുവേട്ടൻ പറഞ്ഞു വരുന്നത് അലീന ചേച്ചി അവിടുന്ന് പോയാൽ മാത്രമേ അമ്മ വീട്ടിലേക്ക് വരൂ എന്നുള്ള വാശി നടക്കട്ടെ എന്നാണോ? അതല്ലേ അപ്പൊ മനുവേട്ടൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല മക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്. അതാണല്ലോ വാസ്തവം. അതിപ്പോ എല്ലാവരും സമ്മതിച്ചു കൊടുക്കണോ? അതെങ്ങനെയാ ശരിയാവുന്നത്? അലീന ചേച്ചി എന്ത് തെറ്റാ ചെയ്തത്? അലീന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവിടുന്ന് പോകുന്നത്? നമുക്കറിയില്ലേ ഇതിനുള്ള തീരുമാനം എന്താണെന്ന്. നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങള് വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്ക് നിങ്ങളുടെ അച്ഛനോട്. ഇത് പറയാനാണ് മനുവേട്ടൻ ഇത്രയും സമയം എടുത്ത് ഇവിടെ വന്ന് കുത്തിയിരുന്നത്. വാ, ഞാൻ പോവാ. കൃഷ്ണൻ വാ, അലീന ചേച്ചി അവിടെ ഒറ്റയ്ക്കാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണനെ വിളിച്ചോണ്ട് നമ്മുടെ ബബിത അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും മനുവിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വൈജയും ഈ പറയുന്ന ബാലചന്ദ്രനും അമ്പിലും വില്ലിലും അടുക്കില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ മനു ചോദിച്ചു, അല്ല ബബിത ഭയങ്കര ദേഷ്യക്കാരിയാണല്ലേ? ഓ, അവള് ദേഷ്യക്കാരിയൊന്നും അല്ലെന്നേ. ഇതൊക്കെ കണ്ടിട്ടാ മനുവേട്ടാ. അതെ, നിങ്ങൾ എല്ലാവരും കൂടെ വൈജി ആന്റിയോട് ഒന്ന് സംസാരിച്ചു നോക്ക്. അതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതിന്റെ പേരിലൊന്നും ചെയ്യാതിരിക്കണ്ട, ഒന്ന് സംസാരിച്ചു നോക്ക്. അത് പിന്നെ മനുവേട്ടൻ അച്ഛനോട് സംസാരിക്കുന്ന കാര്യം നോക്കുവോ? എങ്കിൽ ഞങ്ങൾ അമ്മയോട് സംസാരിക്കാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കട്ടെ, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോയി. പിന്നെ കിച്ചണാട്ടോ കാണിക്കുന്നത്. കിച്ചണിൽ തകൃതിയായിട്ട് ജോലി നടക്കുകയാണ്. നമ്മുടെ ബബിതയുണ്ട്, അതുപോലെ അലീനയുണ്ട്, കൃഷ്ണമോളുണ്ട്. അപ്പോഴത്തേക്ക് വൈജ വന്നിട്ട്, അതെ ഇവിടെ എന്തു പറ്റി? ഇവിടെ എന്താ എല്ലാവരും കൂടിയിരുന്ന് ഉണ്ടാക്കി കളിക്കുന്നത്? അത് പിന്നെ ഇവിടെ ചപ്പാത്തിയും അതുപോലെ ചിക്കനും ഒക്കെ ഉണ്ടാക്കി കളിക്കുക. നിങ്ങളോട് ആരാ പറഞ്ഞു ഇവിടെ കയറാനായിട്ട്? അത് പിന്നെ ഇത് നമ്മുടെ തറവാട്ടടുക്കളയല്ലേ, അപ്പൊ പിന്നെ ഇവിടെ കയറി കുക്ക് ചെയ്യത്തില്ലേ? അത് പിന്നെ കമലയിടത്തി പറഞ്ഞോ? കമലയിടത്തിയോ? കമല ആന്റിക്ക് പനിയാ. അതെ, ആന്റിക്ക് കോൾഡോ പനിയോ കാലുകഴപ്പോ എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഗസ്റ്റ് ഉള്ളപ്പം അടുക്കളയിലേക്ക് വന്നേനെ. ഇത് അടുക്കളയിലേക്ക് വന്നില്ലല്ലോ. ഓ, നിങ്ങൾ വന്നത് കമലയിടത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എണീക്കാതെ കിടക്കുന്നതാ. അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ കൃഷ്ണമോള് നിനക്ക്? അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, ഇന്നത്തെ ദിവസം കിച്ചണിലെ കാര്യം ഞങ്ങള് നോക്കിക്കോളാം. വല്ലപ്പോഴും അല്ലേ റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ കമലയാന്റി റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ അടുത്ത ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാന്ന് നോക്കി വെച്ചോ. കുക്കിങ്ങിലെ ഞങ്ങൾ പല പരീക്ഷണവും നടത്തുന്നുണ്ട്. ചിലപ്പം ഫ്ലോപ്പായി പോയാലേ എല്ലാം കൂടെ ഒരുമിച്ച് പോകേണ്ടി വരും. ആരൊക്കെ ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്ന അറിയില്ലല്ലോ, മുൻകൂട്ടി അറിയിച്ചെന്നേ ഉള്ളൂ. എന്റെ പൊന്നു ബബിത, ഇതൊന്നും കമലയാടത്തേക്ക് ഇഷ്ടപ്പെടത്തില്ല, നീ മനസ്സിലാക്കുക. അതെന്താ? കമലയാണ്ട് കഴിക്കണ്ട, പുറത്തുനിന്ന് മേടിച്ച് കഴിക്കട്ടെ. അതല്ല പറഞ്ഞത്, നിങ്ങൾ അടുക്കള കൈയേറിയത് ഇഷ്ടപ്പെടത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങള് ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ പിരിച്ചുവിടട്ടെ. പിന്നെ ഈ വീട്ടില് ഒത്തിരി അംഗങ്ങളുണ്ട്. ആരും ചായ ഇടുന്നത് കാണാഞ്ഞിട്ട് അലീന ചേച്ചി കയറിയാ ചായ ഇട്ടത്. ബാക്കിയുള്ളവർക്ക് ചായ ഇടാൻ പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് ഞങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ? അത് പിന്നെ പിള്ളേരെ നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകണ്ടേ?
സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനോടും കോളേജിലെ പ്രിൻസിപ്പാളിനോടും ഒക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. തൽക്കാലം അതൊന്ന് അടച്ചിട്. ഞങ്ങള് അമ്മേനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് എപ്പോ വരുന്നോ അപ്പൊ ഞങ്ങള് എല്ലാം ശരിയാക്കിക്കോളാം, അപ്പൊ സ്കൂൾ ഓപ്പൺ ആക്കിയാ മതിയെന്ന്. ഓഹോ, ഇതിപ്പോ ശരിയാകും. എന്താ പിള്ളേരെ, നിങ്ങൾക്ക് എന്നെ വട്ടാണോ? ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക. നിങ്ങക്ക് പഠിക്കുകയോ ഒന്നും വേണ്ടേ? പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞങ്ങൾ തോറ്റു പോവായിരിക്കും, എന്നാലും അമ്മ ജയിക്കൂലോ, അത് മതി. ദേ, എന്നോട് വാശി വേണ്ടാട്ടോ, നിങ്ങൾ തോറ്റു പോകും. തോക്കാൻ നിങ്ങൾ റെഡി ആയിട്ട് അമ്മ വന്നിരിക്കുന്നത്, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ പോയിട്ടോ. വൈജ പിള്ളേരുടെ മുമ്പില് സംസാരിച്ച് പിടിച്ച് നിൽക്കുന്നില്ല കേട്ടോ. നമ്മുടെ ബബിതയും കൃഷ്ണമോളും നല്ല ഡയലോഗാ തട്ടി വിടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷത്തിനായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.